സൗദി ബാലൻ കൊല്ലപ്പെട്ട കേസിൽ 19 വർഷമായി റിയാദിലെ ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ഇന്നും തീർപ്പുണ്ടായില്ല. ഇതോടെ 11ാം തവണയാണ് റിയാദിലെ ക്രിമിനൽ കോടതി കേസ് മാറ്റിവെക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 8:30 സിറ്റിംഗ് ആരംഭിച്ചെങ്കിലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റുകയായിരുന്നു. വിവരങ്ങളുമായി ജമാലുദ്ദീൻ, ഞങ്ങളുടെ പ്രതിനിധി, ഗൾഫിൽ നിന്നും ചേരുകയാണ്. ജമാൽ, എന്തൊക്കെയാണ് ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്ന രീതി? സാധാരണ സൗദി സിസ്റ്റത്തിൽ പതിവുള്ളതല്ലല്ലോ. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? അജിംഷാദ് 11ാം തവണയും റഹീമിന്റെ കേസ് റിയാദ് കോടതി മാറ്റിവെച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണ് കേസ് മാറ്റിവെക്കാൻ അല്ലെങ്കിൽ ഇത്ര അനന്തമായി നീണ്ടുപോകാൻ എന്ന കാരണം കൃത്യമായി കോടതി വ്യക്തമാക്കിയില്ല. നേരത്തെയൊക്കെ കോടതി സൂചിപ്പിച്ചിരുന്നത് കൂടുതൽ പഠനം ഇക്കാര്യത്തിൽ ആവശ്യമാണ് എന്നതായിരുന്നു. റഹീമിന്റെ ശൃംഖം, കൊല്ലപ്പെട്ട അനസ് അൽ ഷഹീദിന്റെ കുടുംബം റഹീമിന്റെ മാപ്പ് നൽകിയത്, തുടർന്ന് വധശിക്ഷ ഒഴിവാക്കിയിൽ പോലും മോചനം ഇതുവരെ സാധ്യമായിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗവർണറേറ്റിൽ നിന്ന്, സൗദിയിലെ ഗവർണറേറ്റിൽ നിന്ന് ഉള്ള അനുമതി ഈ മോചനത്തിന് ആവശ്യമാണ്. അത് പബ്ലിക് റൈറ്റ്സ് ഡിഫൻസ് എന്ന ഒരു സാങ്കേതികമായ ചില തടസ്സങ്ങൾ ഇക്കാര്യത്തിലുണ്ട്. കാരണം പൗരന്റെ സുരക്ഷ ഒരു രാജ്യത്തിന്റെ കൂടി അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെ കൂടി ഉത്തരവാദിത്വമാണ്. ഇത്തരത്തിലുള്ള ചില നിഗമനങ്ങളാണ് ഈ കേസ് വൈകാൻ അല്ലെങ്കിൽ മോചനം നീണ്ടുപോകാൻ കാരണമെന്നാണ് കരുതുന്നത്. ഏതായാലും ഗവർണറേറ്റിന്റെ ഒരു അനുമതിയാണ് ഇക്കാര്യത്തിൽ ഇനി ആവശ്യമുള്ളത്. അത്തരത്തിലുള്ള കൂടുതൽ പഠനങ്ങൾ സൂക്ഷ്മമായി വേണം എന്നാണ് ഈ മുൻ സിറ്റിങ്ങുകളിലൊക്കെ തന്നെയും കോടതി പറഞ്ഞിരുന്നത്. ഇത്തവണയും മോചനമുണ്ടായില്ല. ഇനി അടുത്ത തീയതി എന്നാണ് കേസ് പരിഗണിക്കുക എന്ന് സംബന്ധിച്ച വിവരം അല്പസമയത്തിനകം അറിയാം. ഏതാണ്ട് 19 വർഷത്തോടടുക്കുന്നു റഹീം ജയിലിലായിട്ട്. 2006 ഡിസംബറിലാണ് സൗദി ബാലൻ അനസ് അൽ ഷഹീദിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീം ജയിലിലാകുന്നത്. കഴിഞ്ഞ ജൂലൈയിൽ ഈ റഹീമിന്റെ വധശിക്ഷ വർദ്ധിച്ചിരുന്നു. മലയാളികളൊക്കെ തന്നെ നമുക്കറിയാം, ആ വസ്തുതകളൊക്കെ തന്നെയും ഏതാണ്ട് 34 കോടി രൂപ ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ അല്ലെങ്കിൽ ലോകത്തെങ്ങുമുള്ള മലയാളികൾ സ്വരൂപിച്ച് സൗദിയിലേക്ക് എത്തിച്ചിരുന്നു. ഇത് സൗദിയിലെ ഇന്ത്യൻ എംബസി വഴി അങ്ങോട്ട് കൈമാറുകയും ചെയ്തിരുന്നു. പക്ഷേ മോചനം ഇപ്പോഴും നീണ്ടു പോവുകയാണ്. ശരി, ജമാലുദ്ദീനാണ് സൗദിയിൽ നിന്നും വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകി.